ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC റിവിഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഡേ 1 ആണ്. 40 ഡേയ്സ് ടൈം ടേബിളിലെ ഒന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ തന്നിരുന്ന ടോപ്പിക് ഹിസ്റ്ററിയാണ്. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്. ഇത്രയുമാണ് ഇന്നലെ നമ്മൾ തന്നിരുന്ന ടൈം ടേബിൾ. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ ആഗമനം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ വരവോടു കൂടിയാണ്. യൂറോപ്യന്മാർ കടൽ മാർഗത്തിൽ ഉള്ള ആഗമനത്തിന് വഴി തെളിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടു കൂടിയാണ് അവർ കടൽ മാർഗം അന്വേഷിച്ചത്. അങ്ങനെ ആദ്യമായി ശുഭപ്രതീക്ഷ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ എത്തിയ ആളാണ് ബർത്തലോമിയ ഡയസ്. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിയത്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇത് രണ്ടും മാറിപ്പോവരുത്. ആദ്യമായി ഇന്ത്യയിലെത്തിയ വിദേശികൾ അറബികളും കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇങ്ങനെയാണ്. ഇതിന് ഒരു കോഡ് വെച്ച് നമുക്ക് ഓർക്കാം, പോഡാ ബിൽഫെ. അങ്ങനെ ഓർത്താൽ നമുക്ക് ഇത് മറന്നു പോകില്ല. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇങ്ങനെയാണ് യൂറോപ്യന്മാരുടെ ക്രമം. ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാരുടെ ക്രമം ഇങ്ങനെയാണ്. ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് പോർച്ചുഗീസുകാരും അതുപോലെ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് അവസാനം ഇന്ത്യയിൽ നിന്ന് പോയതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തിയും അവസാനം ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തിയും ഒന്നാണ്, അത് പോർച്ചുഗീസുകാരാണ്. ഇവരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പരന്ത്രീസുകാർ എന്നാണ്. ഡച്ചുകാർ ലന്തക്കാർ എന്നും ബ്രിട്ടീഷുകാർ വെള്ളക്കാർ എന്നുമാണ് അറിയപ്പെടുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻ. വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20 കേരളത്തിലെ കാപ്പാട്, കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ 1498 മെയ് 20 എത്തിയത്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമൻ എന്ന ഭരണാധികാരിയാണ്. പോർച്ചുഗീസ് ഭരണാധികാരിയായ മാനുവൽ ഒന്നാമനാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോഡ ഗാമ പുറപ്പെട്ട സ്ഥലം ലിസ്ബൺ ആണ്. ലിസ്ബണിൽ നിന്ന് യാത്ര ആരംഭിച്ചത് 1497 ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1498 മെയ് 20 വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെന്റ് ഗബ്രിയേലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച രാജാവായ മാനുവൽ രാജാവ് തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത്. വാസ്കോഡ ഗാമ 3 തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആദ്യം എത്തിയത് 1498 മെയ് 20. രണ്ടാമത് വീണ്ടും വന്നത് 1502 അപ്പൊ രണ്ടാമത് 2 എത്തിയത്. അങ്ങനെ ഓർത്താൽ മതി. 1498 ഒന്നാമതായി എത്തി. രണ്ടാമതായി 1502 വന്നു.
അവസാനമായും മൂന്നാമതായും വാസ്കോഡ ഗാമ എത്തിയത് 1524 അപ്പോൾ വാസ്കോഡ ഗാമ കേരളത്തിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് കേരളത്തിൽ എത്തിയത് 1524. അവസാനമായി മൂന്നാമതായും വന്നത് വൈസ്രോയി ആയിട്ടാണ്. അപ്പോൾ വാസ്കോഡ ഗാമ വൈസ്രോയി ആയി എത്തിയ വർഷം 1524. 1498, 1502, 1524 ഈ 3 വർഷങ്ങളിലാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1628. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദാമൻ ആൻഡ് ദിയു ആയിരുന്നു. ഗോവയും ദാമനും ദിയുമായിരുന്നു ആദ്യ ഇന്ത്യയിലെ പ്രധാന കോളനികൾ പോർച്ചുഗീസുകാരുടെ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. കാപ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം കാപ്പാടാണ്. കാപ്യ എന്ന് വിളിച്ചിരുന്നത്. അതുപോലെ കോഴിക്കോടിനെ അവർ കാലേക്കൂത്ത് എന്നാണ് വിളിച്ചിരുന്നത്. കാലേക്കൂത്ത് എന്നാണ് കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. കാപ്യ എന്നാണ് കാപ്പാടിനെ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. കബ്രാൾ വന്നത് 1500. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും അൽവാരിസ് കബ്രാളാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചതും ഇയാൾ തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയി എത്തിയ ആളാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി. വാസ്കോഡ ഗാമ ഇന്ത്യയിലെ വൈസ്രോയി ആയി എത്തിയത് 1524. അതിനേക്കാളും ഒക്കെ മുമ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസ് വൈസ്രോയി ആയി എത്തിയ ആളാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയും അൽമേഡ ആണ്. നീല ജലനയം ആവിഷ്കരിച്ച വൈസ്രോയിയും അൽമേഡ തന്നെയാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീൻ രചിച്ചത് ഗാസി മുഹമ്മദാണ്. ഫത്ഹുൽ മുബീൻ എഴുതിയ ആളെയാണ് എപ്പോഴും PSC ആവർത്തിച്ചിട്ടുള്ളത്. ഫത്ഹുൽ മുബീൻ രചിച്ചത് ഗാസി മുഹമ്മദാണ്. ഫത്ഹുൽ മുബീൻ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട അറബി കാവ്യമാണ്. ഇത് എഴുതിയ ആളെയാണ് എപ്പോഴും ചോദിക്കുക. ഫത്ഹുൽ മുബീൻ രചിച്ചത് ഗാസി മുഹമ്മദാണ്. ഗാസി മുഹമ്മദ്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ആ സമയത്തെ പ്രതിരോധ തലവനായിരുന്നു VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ്. അദ്ദേഹം പോലീസ് ആക്ഷൻ എന്നാണ് ഗോവ വിമോചനത്തെ വിശേഷിപ്പിച്ചത്. പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. ഈ നടപടി, സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ആണ്. 1961 പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച സംഭവമാണ് ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെടുന്നത്. അടുത്ത വൈസ്രോയിയാണ് അൽ ബുക്കർക്ക്. ഇന്ത്യയിലെ 2ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയി എത്തിയത് അൽ ബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽ ബുക്കർക്ക്. ഏറ്റവും ശക്തനായ ആളായിരുന്നു
അൽബുക്കർക്ക്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വൈസ്രോയിയായി എത്തിയ ഇയാളാണ് പോർച്ചുഗീസ് സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ അടിത്തറയിടാൻ കാരണമായ വ്യക്തി. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയിയും അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട അഥവാ മാനുവൽ കോട്ട, ആയക്കോട്ട, കൊച്ചിക്കോട്ട ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നതും പള്ളിപ്പുറം കോട്ട തന്നെയാണ്. ഇത് നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. ഇത് മുമ്പ് എപ്പോഴും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? അത് നിർമ്മിച്ച ആൾ ആരാണ്? ഇന്ത്യയിൽ ആദ്യ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. 1503 അത് നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ അൽബുക്കർക്കാണ്. പള്ളിപ്പുറം കോട്ടയുടെ മറ്റു പേരുകളാണ് മാനുവൽ കോട്ട, ആയക്കോട്ട, കൊച്ചിക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഒന്നാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ പഠിക്കുന്ന രാജാറാം മോഹൻ റോയ് രചിച്ച കൃതി തുഹ്ഫത്തുൽ മുവാഹിദീൻ. അതിനു പകരം ഇവിടെ ജായാണ് വരുന്നത്. അപ്പോൾ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. നമ്മൾ 2 കൃതികൾ ഇതുവരെ പഠിച്ചു. ഗാസി മുഹമ്മദ് രചിച്ച കൃതിയാണ് ഫത്ഹുൽ മുബീൻ. അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. അറബി കൃതിയാണ് ഫത്ഹുൽ മുബീൻ. അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അതും അറബി ഭാഷയിൽ തന്നെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനും തുഹ്ഫത്തുൽ മുവാഹിദീൻ രചിച്ചത് രാജാറാം മോഹൻ റോയുമാണ്. പിന്നെ നമ്മൾക്ക് നോക്കാനുള്ള കുഞ്ഞാലി മരക്കാർമാരാണ്. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ സേനാധിപതിയായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയതും സാമൂതിരിയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കലായിരുന്നു. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ പേര് കുട്ടി അഹമ്മദ് അലിയാണ്. രണ്ടാമന്റെ പേര് കുട്ടി പോക്കർ അലിയാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ നാമം കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലിയും രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലിയുമാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ് ആദ്യമായി നാവികസേന രൂപീകരിച്ചത്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹയാണ് ചാലിയം കോട്ട പണിതത്. ഇതാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട. ഇതും PYQ ആണ്. ചാലിയം കോട്ടയാണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തത്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. കുഞ്ഞാലി മരക്കാർ നാലാമനെയാണ് പോർച്ചുഗീസുകാർ ക്രൂരമായി വധിച്ചത്. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ അടുത്ത യൂറോപ്യന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള. അടുത്തത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602 നമ്മൾ പറഞ്ഞു പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602 അപ്പോൾ രണ്ടാമതായിട്ട് വന്ന യൂറോപ്യന്മാരാണ് ഡച്ചുകാർ. ആദ്യം വന്നത് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയും ഡച്ചുകാരാണ്. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരും അവസാനം പോയത് പോർച്ചുഗീസുകാരാണ്. രണ്ടാമതായി വന്ന ഡച്ചുകാരാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്തിലാണ്. മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധം പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ വർഷം എപ്പോഴും PSC ആവർത്തിക്കാറുണ്ട്. 1741 ഓഗസ്റ്റ് 10 ഡേറ്റും ഓർത്തുവെക്കണം. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. ഡിലനോയ് ആണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നും അറിയപ്പെടുന്നത്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഉദയഗിരി കോട്ടയാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളച്ചൽ യുദ്ധത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 ഓഗസ്റ്റ് 15 1753 ഓഗസ്റ്റ് 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ ഉടമ്പടി ചോദിച്ചാൽ മാവേലിക്കര ഉടമ്പടിയും യുദ്ധം ചോദിച്ചാൽ കുളച്ചൽ യുദ്ധവുമാണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 മാവേലിക്കര സന്ധി ഒപ്പുവെച്ചത് 1753 അടുത്ത യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് AD 1664 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ആയിരുന്നു ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഇന്ത്യയിലെ ആദ്യ ഫ്രഞ്ച് ഡയറക്ടർ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയാണ് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ ഇവയായിരുന്നു. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിപ്പുഴയാണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്. ഇതും PYQ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്നത് 1760 ഈ ഡേറ്റും ഈ വർഷം ഓർത്തുവെക്കണം. 1760 വാണ്ടിവാഷ് യുദ്ധം നടന്നത്. ഫ്രഞ്ച് അധപതനം അവസാനിക്കാൻ കാരണം അല്ലെങ്കിൽ ഫ്രഞ്ച് ശക്തി ഇന്ത്യയിൽ ക്ഷയിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഇത് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാണ്ടിവാഷ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരാണ്
ഫ്രഞ്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഫ്രഞ്ചുകാർ ഒഴിഞ്ഞുപോയ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. 1760 അത് നടന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട മൂന്നാമതായി ഇന്ത്യയിലെത്തിയ ശക്തിയാണ്, യൂറോപ്യൻ ശക്തിയാണ്, ബ്രിട്ടീഷുകാരാണ്. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് തന്നെയാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നും അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 AD 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലായത്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റാണ്. ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബറായിരുന്നു. പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയത് വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് ഈ 3 സ്ഥലങ്ങളിലായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണ്ടകശാലകൾ സ്ഥാപിച്ചത്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്ഥാപിച്ച പണ്ടകശാല വിഴിഞ്ഞത്തായിരുന്നു. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലായിരുന്നു. അഞ്ചുതെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. അഞ്ചുതെങ്ങിലായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത്. 1695 അപ്പോൾ വർഷം ഓർത്തുവെക്കണം. അഞ്ചുതെങ്ങിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് 1695. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 അഞ്ചുതെങ്ങ് കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. അപ്പോൾ ഇത് എപ്പോഴും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, മാറിപ്പോകരുത്. ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപവും ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ്. ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് യൂറോപ്യന്മാരുടെ കോൺട്രിബ്യൂഷൻ അഥവാ സംഭാവനയാണ്. അറൈവൽ ഓഫ് യൂറോപ്യൻസിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് നോക്കാനുള്ളത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന സാധനങ്ങളാണ് കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവയെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകവും ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ഇന്ത്യയിൽ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയായ മാനുവൽ കോട്ട അത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. 1503 ഇത് പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട അത് നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. അത് ആരാണെന്ന് എടുത്തു ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ആദ്യ വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയിയായി എത്തിയ ആളായ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട കൊച്ചിയിലാണ്, സെന്റ് ആഞ്ചലോസ് കോട്ട അത് കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം. ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പണിത കാരണമാണ് അത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത്.
ഇത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. യഥാർത്ഥത്തിൽ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇത് തന്നെയാണ് മട്ടാഞ്ചേരി കൊട്ടാരം എന്നും അറിയപ്പെടുന്നത്. അടുത്തത് ഡച്ചുകാരുടെ പ്രധാന സംഭാവനയായ ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇത് എല്ലാ PSC പരീക്ഷയിലും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അത് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ എപ്പോഴും ചോദിക്കാറുണ്ട്. ലാറ്റിൻ ഭാഷയിലാണ്. മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ്. കേരള രാമം എന്നും അറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. കേരള രാമം എന്നും അറിയപ്പെടുന്നു. ഇത് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 മുതൽ 1703 വരെയാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇത് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് അഡ്മിറൽ വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് E.T. അച്യുതൻ ആണ് ഇത് തയ്യാറാക്കാൻ സഹായിച്ച ഈഴവ വൈദ്യൻ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ്. ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. അവസാനം പ്രതിപാദിക്കുന്നത് ആലുമാണ്. ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങിനെ പറ്റിയും അവസാനം ആൽമരത്തെ പറ്റിയുമാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവർ. അപ്പോൾ ഇതുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ E.T. അച്യുതനും ഇതുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്